UDF തന്നെ. കാരണം അയാൾ കുറേ വികസനം നല്ല വൃത്തിയിൽ ചെയ്തിരുന്നു, ഒരുപാട് വികസനങ്ങൾ ചെയ്തു. മാറ്റം വരാൻ ചാൻസ് അതൊക്കെ വെറുതെ ജനങ്ങൾ പാർട്ടിക്കാർ പറയുന്നില്ല. അയാളെ പറ്റി ഇന്ന് വരെ ഒരു കുഴപ്പമില്ലാത്തൊരു മനുഷ്യനാണ്. ഇന്ന് വരെ ഒരു കുഴപ്പമില്ല. UDF തന്നെ, വേറെ പാര് നിന്നിട്ടുണ്ട്. മറ്റുള്ളവർ വന്നിട്ടൊന്നും പിൻവാതിൽ കൂടെ കയറ്റി വിടുകയല്ലേ, സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കും ഒക്കെ ജോലി കൊടുക്കല്ലേ. കാരണം ഇയാൾ 15 കൊല്ലം ഇവിടെ നിന്നിട്ട് ഒരു പുരോഗമനം ഇവിടെ ചെയ്തില്ല. എന്താ ചെയ്യാ? മിക്കവാറും ഇവിടെ BJP ജയിക്കുന്നുള്ള അഭിപ്രായമാണ് എല്ലാവർക്കും. 4ാം തവണയാണ് IC ബാലകൃഷ്ണൻ നിൽക്കുന്നത്. നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ IC ബാലകൃഷ്ണൻ അവിടെ ഒന്നും ചെയ്തിട്ടില്ല. അധികാരം കിട്ടാത്തത് കൊണ്ട് സ്ഥാനത്തിന് വേണ്ടിയിട്ട് പിന്നെ LDF ചേക്കേറിയ ഒരാളും കൂടിയാണ്. മണ്ഡലത്തിന്റെ അവസ്ഥ കുഴപ്പമൊന്നുമില്ല, എല്ലാവരും കഠിന പ്രയത്നത്തിലാണ്. ഇവിടെ IC ജയിക്കാനാണ് സാധ്യത. പുള്ളിക്കെതിരെ കുറെ ആരോപണങ്ങളൊക്കെ വന്നിരുന്നല്ലോ. അതൊക്കെ ജനങ്ങൾ രാഷ്ട്രീയമല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നല്ല, അതൊന്നും പ്രശ്നമല്ല. IC ബാലകൃഷ്ണനായിരിക്കും. ഇത്രയും നാളും IC തന്നെയല്ലേ ഉണ്ടായിരുന്നത്, അതുകൊണ്ട് IC തന്നെയാണെന്ന് തോന്നുന്നു. അറിയത്തില്ല, നോക്കാം. 3 മുന്നണികളും ഏകദേശം നല്ല രീതിയിൽ പോകുന്നുണ്ട്. ആര് ജയിക്കും എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. രണ്ടുപേരും ഏകദേശം ഒപ്പത്തിനൊപ്പമുള്ള LDF UDF. കവിതയും കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മറ്റവർ രണ്ടുപേരുമാണ് മുന്നണികൾ. കവിതയ്ക്കും കുഴപ്പമില്ലാതെ അത്യാവശ്യം നല്ല രീതിയിൽ വോട്ട് പിടിക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. സുൽത്താൻബത്തേരിയിൽ IC ബാലകൃഷ്ണൻ ജയിക്കും, UDFിൻ്റെ സ്ഥാനാർത്ഥി ജയിക്കും, ഉറപ്പാണ്. ഒരു മാറ്റവും ഇല്ല. ശരി, IC ബാലകൃഷ്ണൻ തന്നെ ജയിക്കുള്ളൂ. വേറെ ആരും ജയിക്കാറില്ല. ശരി, ഉറപ്പാണ്. അതൊക്കെ വെറുതെ ജനങ്ങൾ പാർട്ടിക്കാർ പറയുന്നില്ല. അയാളെ പറ്റി ഇന്ന് വരെ ഒരു കുഴപ്പമില്ലാത്തൊരു മനുഷ്യനാണ്. ഇന്ന് വരെ ഒരു കുഴപ്പമില്ല. അത് UDF തന്നെ ആയിരിക്കും. ഇവിടെ മാറ്റം വരാൻ ചാൻസ് അതന്നെ, മാറ്റം വരൂല്ലോ. ഇവിടെ UDF ഒക്കെ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണോ? അത് ഉറപ്പാണ്. വിശ്വനാഥൻ വരണം, അങ്ങനെയാണ് നമ്മുടെ ആഗ്രഹം. എൻ്റെ ഇപ്പോൾ ഒരു തുല്യതയിലാണ് പോണേ. വിജയിക്കുന്നു വിചാരിക്കുന്നു. UDF തന്നെ, വേറെ പാര് നിന്നിട്ടുണ്ട്. മറ്റുള്ളവർ വന്നിട്ടൊന്നും പിൻവാതിൽ കൂടെ കയറ്റി വിടുകയല്ലേ, സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കും ഒക്കെ ജോലി കൊടുക്കല്ലേ. സാധാരണക്കാരെ പഠിച്ച ഒരു PSC പഠിക്കുന്നവന് എന്താ ഇവിടെ ഉള്ളത്? കൊഴിയാണ് ഇവിടെ, കൊഴി, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇവിടെ UDF വരണം, അതാണ് ജനങ്ങൾക്ക് ഒരു ഗുണം ഉണ്ടാവുക. IC ബാലകൃഷ്ണൻ ജയിക്കും. ഇവിടെ വിഷയം ജയിക്കും. വിഷയം ജയിക്കില്ല. കാരണം ഇയാൾ 15 കൊല്ലം ഇവിടെ നിന്നിട്ട് ഒരു പുരോഗമനം ഇവിടെ ചെയ്തില്ല. എന്താ ചെയ്യാ? ബത്തേരി മുനിസിപ്പാലിറ്റി ഈ പ്രാവശ്യം UDF തരംഗമാണ്. ഏകദേശം ഈ പ്രാവശ്യം മുനിസിപ്പാലിറ്റി ഭരണം തന്നെ UDFിൻ്റെ കയ്യിലാണ്. അപ്പം തീർച്ചയായിട്ടും IC ജയിക്കും. വിശ്വനാഥൻ കോൺഗ്രസിന് പോയ ഒരാളും കൂടിയാണ്. അധികാരം കിട്ടാത്തത് കൊണ്ട് സ്ഥാനത്തിന് വേണ്ടിയിട്ട് പിന്നെ LDF ചേക്കേറിയ ഒരാളും കൂടിയാണ്. അപ്പം എന്തായാലും വിശ്വനാഥൻ ഇവിടെ കഴിച്ചതാണ്. ബത്തേരിയിൽ ആരാ ജയിക്കാന്ന് ചോദിച്ചാൽ ഇപ്പോൾ മിക്കവാറും ഇവിടെ BJP ജയിക്കുന്നുള്ള അഭിപ്രായമാണ് എല്ലാവർക്കും. അങ്ങനെ എല്ലാ ജനങ്ങളും അങ്ങനെയാ പറയുന്നത്. 4ാം തവണയാണ് IC ബാലകൃഷ്ണൻ നിൽക്കുന്നത്. നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ IC ബാലകൃഷ്ണൻ അവിടെ ഒന്നും ചെയ്തിട്ടില്ല. ചൂണ്ടിക്കാണിക്കാൻ ചെയ്തു IC ബാലകൃഷ്ണൻ പറയണ്ടേ? അത് പറയാൻ എനിക്കൊന്നുമില്ല. അതിൽക്കുറിച്ച് പറയാനുള്ളത്, ഞാൻ ഇലക്ഷൻ വോട്ട് ചെയ്യുന്ന ആളല്ലേ. 4 വർഷമായിട്ട് IC ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിക്കാൻ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ബത്തേരി നിയോജകമണ്ഡലത്തിൽ UDF തന്നെ. കാരണം അയാൾ കുറേ വികസനം നല്ല വൃത്തിയിൽ ചെയ്തിരുന്നു, ഒരുപാട് വികസനങ്ങൾ ചെയ്തിരുന്നു. പിന്നെ കുറച്ച് ഇപ്പോൾ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ രാഷ്ട്രീയത്തിലുള്ളതാണ്, കുറേ വിവാദങ്ങളൊക്കെ ഉള്ളത്. പക്ഷെ അയാളൊന്നും ജയിക്കുള്ളൂ. സാധ്യത UDFിനാണ്. ബത്തേരിയിലെ സാധ്യത ICക്ക് തന്നെയാണ്, മറ്റുണ്ടാവാൻ സാധ്യത ഇല്ല. പൊതുവെ അങ്ങനെ കാണുന്നത്. സാധ്യത 3 പേർക്കും ഫൈറ്റുണ്ട്. ഇതിൽ ആര് ജയിക്കുമെന്നുള്ളത് പറയാൻ പറ്റില്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നുവെച്ചാൽ 3 പേരും നല്ല ഫൈറ്റാണ്. ആരെങ്കിലും നല്ലൊരാൾ ജയിക്കട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. IC ബാലകൃഷ്ണൻ ഒരു മാറ്റം ഉണ്ടാവില്ല. നല്ല പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. IC ബാലകൃഷ്ണൻ ഒരു ഫെയിമുള്ള ആളാണ്, പൊളിറ്റിക്സിലൊരു ഫെയിമുണ്ട്. പിന്നെന്താ, ബെറ്റർ ഓപ്ഷൻ ആണെന്ന് തോന്നുന്നു. അതിനെപ്പറ്റി IC ബാലകൃഷ്ണനായിരിക്കും, മാറ്റം ഉണ്ടാവില്ല, തീരുമാനിച്ചു വെച്ചു. അതെ, കേരളത്തിലും UDF വരും എന്നാണ് പ്രതീക്ഷ. കറക്റ്റ് പറയാൻ പറ്റില്ല, ഒരു ടൈറ്റ് മത്സരമാണ്.